വെൽക്കം ബാക്ക് ടു PSC പീഡിക. ഇന്നത്തെ ക്ലാസ്സിൽ വരാൻ പോകുന്ന PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. ആദ്യത്തേത് വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. 18 മുതൽ 20 മീറ്റർ വരെയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സ്വാഭാവിക ആഴം. ഈ തുറമുഖം ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകരയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിട്ടത് 2015 ഡിസംബർ 5 ഉമ്മൻചാണ്ടിയാണ്. ഉദ്ഘാടനം ചെയ്തത് 2023 ഒക്ടോബർ 15 മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കമ്മീഷൻ ചെയ്തത്, അതായത് രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2 നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഓർക്കുക, ഇത് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകരയാണ്. തറക്കല്ലിട്ട് 2015 ഡിസംബർ 5 ഉമ്മൻചാണ്ടി, ഉദ്ഘാടനം ചെയ്തത് 2023 ഒക്ടോബർ 15 പിണറായി വിജയൻ, കമ്മീഷൻ ചെയ്തത് 2025 മെയ് 2 നരേന്ദ്രമോദിയാണ്. ഇനി വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യത്തെ കപ്പൽ ഷെൻഹുവ 15 ആണ്. ചൈനയിൽ നിന്ന് വന്ന കപ്പലാണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യത്തെ കപ്പൽ ഷെൻഹുവ 15 ആണ്. സെക്കൻഡ് കപ്പൽ ഷെൻഹുവ 29 ആണ്. ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ആണ്. ഇന്ത്യയിൽ ആദ്യമായി എത്തുന്ന മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ. ഏറ്റവും ഭാരമേറിയ വലിയ കണ്ടെയ്നറുകളെ വഹിക്കാൻ ശേഷിയുള്ള ചരക്ക് കപ്പലുകളാണ് മദർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ CEO ശ്രീകുമാർ K നായരാണ്. തുറമുഖത്തിൻ്റെ MD ദിവ്യ S അയ്യറാണ്. അപ്പോൾ ഓർക്കുക, വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ ഷെൻഹുവ 15 ആണ്. സെക്കൻഡ് കപ്പൽ ഷെൻഹുവ 29. ആദ്യമെത്തിയ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ആണ്. അടുത്തത് PSC ചോദിക്കാറുള്ള കുറച്ച് ഓപ്പറേഷൻസ് ആണ്. ആദ്യത്തേത് ഓപ്പറേഷൻ സിന്ധു. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷൻസ് ആണ് ഓപ്പറേഷൻ സിന്ധു. ഓപ്പറേഷൻ സിന്ദൂർ മാറിപ്പോകരുത്. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയാണ്. പഹൽഗാം ആക്രമണത്തിനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ധു ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷനാണ്. അടുത്ത ഓപ്പറേഷൻ ബ്രഹ്മ. മ്യാൻമാർ ഭൂചലനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. അടുത്തത് ഓപ്പറേഷൻ അജയ്. ഇസ്രയേൽ പാലസ്തീൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ അജയ്. അടുത്ത ഓപ്പറേഷൻ ഗംഗ. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈനിലുള്ള ഇന്ത്യക്കാരെ രക്ഷിക്കാൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗംഗ. അടുത്ത ഓപ്പറേഷൻ കാവേരി. ആഭ്യന്തര കലാപത്തിൽ കുടുങ്ങിയ സുഡാനിൽ ഉള്ള ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. അടുത്ത ഓപ്പറേഷൻ ദേവിശക്തി. അഫ്ഗാനിസ്ഥാനിലുള്ള ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഹെയ്ത്തിയിൽ ആഭ്യന്തര കലാപത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഇനി അടുത്തത് ഓപ്പറേഷൻ സുരംഗ്. ഉത്തരകാശിയിലെ സിൽക്യാര തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ പുറത്തെത്തിക്കാനായി നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സുരംഗ്. ഇനി ഓപ്പറേഷൻ ദോസ്ത്. സിറിയ തുർക്കി ഭൂകമ്പബാധിത മേഖലയിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ്ത്. ലാസ്റ്റത്തേത് ഓപ്പറേഷൻ ഹോപ്പ്. 2023 മെയ്യിൽ ആമസോൺ വനത്തിൽ അകപ്പെട്ട കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ഹോപ്പ്. അടുത്തത് നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നോക്കാം. ജമ്മു കാശ്മീരിലെ പഹൽഗാം ആക്രമണം നടന്നത് 2025 ഏപ്രിൽ 22-നാണ്. 27 പേര് കൊല്ലപ്പെട്ട പഹൽഗാം ആക്രമണം നടന്നത് 2025 ഏപ്രിൽ 22-നാണ്. ആനന്ദ്നാഗ് ജില്ലയിലാണ് പഹൽഗാം സ്ഥിതി ചെയ്യുന്നത്. ഈ ആക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓർക്കുക, സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ധു രക്ഷാദൗത്യമാണ്. നരേന്ദ്രമോദിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേര് നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ നടന്നത് 2025 മെയ് 7-നാണെന്ന് ഓർക്കുക. വ്യോമസേനയുടെ സ്കാൽപ്പ് മിസൈലുകളാണ് നേതൃത്വം നൽകിയത്. സ്റ്റോം ഷാഡോ എന്ന അപരനാമത്തിലാണ് ഈ സ്കാൽപ്പ് മിസൈലുകൾ അറിയപ്പെടുന്നത്. 250 കിലോമീറ്ററോളം പ്രഹരശേഷിയുണ്ട് ഇതിന്. അതിനെ വർഷിക്കാൻ ഉപയോഗിച്ച ഫൈറ്റർ ജെറ്റുകളാണ് റാഫേൽ വിമാനങ്ങൾ. റാഫേൽ എന്ന ഫ്രഞ്ച് വാക്കിനർത്ഥം കൊടുങ്കാറ്റ് എന്നാണ്. അപ്പോൾ ഓർക്കുക, പഹൽഗാം ആക്രമണം നടന്നത് 2025 ഏപ്രിൽ 22-നാണ്. ആനന്ദ്നാഗ് ജില്ലയിലാണ് പഹൽഗാം. ഈ ആക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. നരേന്ദ്രമോദിയാണ് പേര് നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഡേറ്റ് 2025 മെയ് 7-നാണ്. 2025 ഏപ്രിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ സ്വീകരിച്ച പ്രധാന നടപടിയാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത്. 1960 സെപ്റ്റംബർ 19-നാണ് കറാച്ചിയിൽ വെച്ച് കരാർ ഒപ്പിട്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാക് പ്രസിഡന്റ് മുഹമ്മദ് അയൂബ് ഖാനുമാണ്.
ഈ കരാറിന് മധ്യസ്ഥത വഹിച്ചത് വേൾഡ് ബാങ്ക് ആയിരുന്നു. ഇനി ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് വിശദീകരണം നൽകിയ വനിതാ ഓഫീസർമാരാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ഇവർക്കൊപ്പം ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും ഉണ്ടായിരുന്നു. ഓർക്കുക, കേണൽ സോഫിയ ഖുറേഷിക്കും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനുമൊപ്പം ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും ഉണ്ടായിരുന്നു. 2025 മെയ്യിൽ നടന്ന പാകിസ്ഥാൻ ആക്രമണത്തിൽ പാക് മിസൈലുകളെ തകർത്ത ഇന്ത്യൻ പ്രതിരോധ സംവിധാനമാണ് S-400. 2025 മെയ്യിൽ നടന്ന പാകിസ്ഥാൻ ആക്രമണത്തിൽ പാക് മിസൈലുകളെ തകർത്ത ഇന്ത്യൻ പ്രതിരോധ സംവിധാനമാണ് S-400. ഈ പ്രതിരോധ സംവിധാനം ഇന്ത്യ വാങ്ങിയത് റഷ്യയിൽ നിന്നാണ്. ഇന്ത്യ ഇതിനെ വിളിക്കുന്നത് സുദർശന ചക്ര എന്നാണ്. ഓർത്തിരിക്കുക, S-400 എന്ന പ്രതിരോധ സംവിധാനത്തിനെ ഇന്ത്യ വിളിക്കുന്നത് സുദർശന ചക്ര എന്നാണ്. ഇനി നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തേത്, ആട്ടിടയന്മാരുടെ താഴ്വര വാലി ഓഫ് ഷെപ്പേർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ജമ്മു കാശ്മീരിലെ പഹൽഗാമാണ്. ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം പഹൽഗാമാണ് ജമ്മു കാശ്മീരിൽ. അടുത്തത്, ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേര് S-400 ആണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിൻ്റെ പേര് S-400 ആണ്. ഓർക്ക്, ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നത് പഹൽഗാമാണ്. S-400 പ്രതിരോധ സംവിധാനത്തെ ഇന്ത്യ വിളിക്കുന്നത് സുദർശന ചക്ര എന്നാണ്. അടുത്തത്, 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥരാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ഇനി നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പെരുമ്പാമ്പിനെ സംസ്ഥാന ഉരഗമായി പ്രഖ്യാപിച്ച സ്റ്റേറ്റ് കേരളമാണ്. പെരുമ്പാമ്പിനെ സംസ്ഥാന ഉരഗമായി പ്രഖ്യാപിച്ച സ്റ്റേറ്റ് കേരളമാണ്. അന്തകവള്ളികൾ എന്ന പുസ്തകം രചിച്ചത് സേതുവാണ്. അപ്പോൾ സേതുവിൻ്റെ പുസ്തകമാണ് അന്തകവള്ളികൾ. അടുത്തത്, ക്യാമ്പസുകൾ ലഹരി വിമുക്തമാക്കാൻ വേണ്ടി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് ബോധപൂർണിമ. ക്യാമ്പസുകൾ ലഹരി വിമുക്തമാക്കാൻ വേണ്ടി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് ബോധപൂർണിമ. അടുത്തതൊരു പ്രമേയമാണ്. 2025 അന്താരാഷ്ട്ര യോഗാ ദിന പ്രമേയം ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ. 2025 അന്താരാഷ്ട്ര യോഗാ ദിന പ്രമേയം ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ. അടുത്തത്, ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2025 മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് അങ്കമ്മൽ എന്ന ചിത്രമാണ്. ഇത് സംവിധാനം ചെയ്തത് ബിപിൻ രാധാകൃഷ്ണനാണ്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2025 മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് അങ്കമ്മൽ എന്ന ചിത്രമാണ്. സംവിധാനം ചെയ്തത് ബിപിൻ രാധാകൃഷ്ണനാണ്. അടുത്തൊരു സൂചികയാണ്. വേൾഡ് ഇക്കണോമിക് ഫോറം പുറത്തിറക്കുന്ന ആഗോള ഊർജ്ജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71ആണ്. വേൾഡ് ഇക്കണോമിക് ഫോറം പുറത്തിറക്കുന്ന ആഗോള ഊർജ്ജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71ആണ്. 118 രാജ്യങ്ങളുടെ പട്ടികയാണ് പുറത്തിറക്കിയത്. 1-ാം സ്ഥാനത്ത് സ്വീഡനാണ്. അപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കുന്ന ആഗോള ഊർജ്ജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71ആണ്. 1-ാം സ്ഥാനം സ്വീഡനാണ്. ബ്രിക്സ് ഉച്ചകോടിയുടെയൊക്കെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. 2026 12ാമത് ബ്രിക്സ് പാർലമെൻ്ററി ഫോറത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. 2026 12ാമത് ബ്രിക്സ് പാർലമെൻ്ററി ഫോറത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അടുത്തത്, മണിപ്പൂർ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷനാണ് അജയ് ലാംബ കമ്മീഷൻ. മണിപ്പൂർ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷനാണ് അജയ് ലാംബ കമ്മീഷൻ. അടുത്തത്, സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരിച്ച് ഭൂമിയിലേക്ക് മടങ്ങിയത് 2025 മാർച്ച് 19-നാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയത് 2024 ജൂൺ 5-നായിരുന്നു. അപ്പോൾ സുനിത വില്യംസും ബുച്ച് വിൽമോറും തിരിച്ച് ഭൂമിയിലേക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരിച്ച് ഭൂമിയിലേക്ക് മടങ്ങിയത് 2025 മാർച്ച് 19-നാണ്. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, അടുത്തിടെ AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അടുത്തിടെ AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ഫസ്റ്റ് വന്നത് തെലങ്കാനയിലാണെന്ന് കൂടി ഓർക്കുക. അപ്പോൾ നമ്മൾ നോക്കിയ പോയിന്റുകളൊക്കെ ഓർത്ത് വെക്കുക, നന്നായിട്ട് പഠിക്കുക.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്